Welcome to Music Cafe with the one and only Vidhu. നമുക്ക് ആദ്യം തന്നെ വിധുവിൻ്റെ സ്ത്രീ സങ്കല്പത്തെ കുറിച്ച് സംസാരിക്കാം അല്ലേ? സ്ത്രീകളൊക്കെ ഇവിടെ ഇരിക്കുകയല്ലേ അല്ലേ? സ്ത്രീ സങ്കല്പം അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു സങ്കല്പമൊന്നുമില്ല. നമ്മുടെ അല്ല സങ്കല്പം അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് മുടി ഇത്ര അളവ്, ഹൈറ്റ് ഇത്ര അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റിംഗ് ആയിരിക്കണം. കാരണം നമ്മുടെ ഫീൽഡ് അറിയാലോ, ഫിലിം ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ടെൻഷൻസും അല്ലാതെ തന്നെ ഒരുപാട് ടെൻഷൻസ് കാണും. അപ്പോൾ ലൈഫുമായിട്ട് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നൊരു കുട്ടിയായിരിക്കണം. പിന്നെ വളരെ കെയറിങ് ആയിരിക്കണം, വളരെ ലവിങ് ആയിരിക്കണം. ഞാൻ ഭയങ്കര പൊസസീവാണ് ക്യാരക്ടറിൽ. അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. പിന്നെ കുട്ടി കാണാൻ കുറച്ച് പ്രസൻറ്റബിൾ ആയിരിക്കണം എന്നല്ല, വലിയ അധികം സുന്ദരിയൊന്നും വേണ്ട. നാച്ചുറൽ ബ്യൂട്ടി അതിൽ കൂടുതൽ വിശ്വസിക്കുന്നു. ഈ മേക്കപ്പിനെക്കാട്ടിലും കൂടുതൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള മേക്കപ്പ്. ഒരു ഇത്തിരിയൊക്കെ ഇടുന്നതിനോട് കുഴപ്പമൊന്നുമില്ല അല്ലേ, ശകലമൊക്കെ ഇടാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരുപാട് സാധാരണ ഈ മ്യൂസിക് ഫീൽഡിലുള്ള കുട്ടി തന്നെ വേണ്ട. ഇപ്പം തുറന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് ഫീൽഡിലുള്ളവരെ വർക്ക് ചെയ്യൂ അത്രയും എന്താണ് പറയണ്ടത്, ഈ ക്ലാഷസ് സംഭവിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ മ്യൂസിക് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഞാനിപ്പോൾ കല്യാണം കഴിച്ചാൽ, എനിക്കും അതിനും ചിലപ്പോൾ ഒരേ സമയത്ത് വല്ല റെക്കോർഡിങ്ങോ വല്ല പ്രോഗ്രാംസോ വന്നാൽ നമ്മൾ രണ്ടുപേരും വീട്ടിൽ കാണില്ല. അപ്പോൾ അങ്ങനെ ചെറിയ റിസിലും അങ്ങനെ ചെറിയ ക്ലാഷസ് ഒക്കെ സംഭവിക്കും. ഈ പറഞ്ഞ പോലെ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ ഓക്കെ. വിവാഹം എപ്പോഴത്തേക്കുണ്ടാവും? വിവാഹം ഇനിയൊരു എപ്പോഴത്തേക്ക് കഴിക്കണം? ഒരു 3-4 കൊല്ലം എങ്ങനെയെങ്കിലും കഴിയും. അടുത്തൊന്നും ചാൻസ് ഇല്ല. 4 കൊല്ലം കഴിഞ്ഞ് എൻ്റെ വീട്ടുകാർ കൂടെ അവരും കൂടെ വിചാരിക്കണം കല്യാണ പ്രായമായി എന്നുള്ളത്, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പൊ പ്രായമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് ഞാനിപ്പോഴും ചെറിയൊരു കുട്ടിയാണ്, അതാ കുഴപ്പം. വിധുചേട്ടാ, മ്യൂസിക് ഫീൽഡിലാകുമ്പോഴത്തേക്ക് ഒരുപാട് ആരാധികമാർ കാണും. ആ ആരാധികമാരിൽ ആരെങ്കിലും വിധുചേട്ടനെ പ്രൊപ്പോസ് ചെയ്താൽ വിധുചേട്ടന് സന്തോഷമായിരിക്കുമോ അതോ? എൻ്റെ അമ്മേ, പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കുക. അത് കാരണം ഇപ്പോൾ ഒരു പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ദ വെരി നെക്സ്റ്റ് ഡേ എനിക്കിപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ഞാനും കുട്ടിയെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് നാൾ ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് ആ കുട്ടിയും എനിക്ക് തോന്നുന്നു ബുദ്ധിയും വിവരമുള്ള കുട്ടിയാണെങ്കിൽ എൻ്റെ സ്വഭാവം കൂടെ മനസ്സിലാക്കിയിട്ടേ ആ കുട്ടി പ്രപ്പോസ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് വളരെ മനസ്സിലാക്കിയിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ യെസ് പറഞ്ഞേക്കാം, നല്ല കുട്ടിയാണെങ്കിൽ. കാരണം ആ കുട്ടി എന്നെ സഹിക്കണമല്ലോ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകും. അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനോട് യെസ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. ഇളയരാജയെ പോലുള്ള ഇത്രയും വലിയ, അതായത് സംഗീത ഫീൽഡിൽ അത്രയും പ്രശസ്തരായ ആൾക്കാരോട് വർക്ക് ചെയ്തപ്പം എന്താ ആ എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും രാജാ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് എല്ലാവരുടെയും ഒരു വലിയൊരു ഡ്രീമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ KS ചിത്ര ചേച്ചിയെ ഒരു വലിയൊരു പാട്ടുകാരി ആക്കിയതിലൊരു വലിയൊരു പങ്ക് രാജാ സാറിനാണ് തമിഴ് ഫീൽഡിൽ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വലിയൊരു ഇതായിരുന്നു. സാറ് ആൾ ഭയങ്കര എന്താണ് പറയുക, ദേഷ്യക്കാരനാണ്. രാജാ സാർ ഇത്തിരി വളരെ ഷോർട്ട് ടെമ്പേർഡാണ് ആളെ. പക്ഷെ എന്നാലും അത് നമുക്ക് പിന്നീട് നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ കാലിബർ കൂട്ടാനും അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ലൊരു ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് വേണം അദ്ദേഹം ചീത്ത പറയുന്നത് പിന്നീട് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ശരിക്കും ഒരു പുതിയ ഗായകനായ ഞാൻ തന്നെ എനിക്ക് ആദ്യം ഒരു പാട്ട് പറഞ്ഞു തന്നിട്ട് ഞാൻ വെറും 3/4 മണിക്കൂർ കൊണ്ടാണ് ഫുൾ സോങ് പാടി തീർത്തത്. അപ്പോൾ അത്ര പുള്ളി ഒരു പുതിയ ഗായകനെ അല്ലെങ്കിൽ ഗായികയെ ഹാൻഡിൽ ചെയ്യാനും പുള്ളി അദ്ദേഹം വളരെ ഏബിളാണ്. വളരെ പെട്ടെന്നാണ് നമ്മുടെ പോർഷൻസ് ഒക്കെ എടുത്ത് തീർത്തത്. ഞാൻ പാടിയൊരു സോളോ സോങ് ആയിരുന്നു. പക്ഷെ അത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ശരിക്കും പറഞ്ഞു. ഒരു പാട്ടേ പാടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ രാജസ്ഥാനോട് പിന്നെ മലയാളത്തിൽ ഞാൻ 2-3-4 ഫിലിം പാടി, തമിഴിലൊരെണ്ണേ പാടി. അതെ, നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ? തീർച്ചയായിട്ടും. വരി കുറച്ച് പ്രശ്നമായിരിക്കും, എന്നാലും പാടാം. കാറ്റില തലയാട്ട് രസിറ് ആവാരം പൂവേ, എൻ പാട്ടയും கொஞ்சம் കേട്ട് കൊള്ളടി ആവാരം പൂവേ. കാറ്റില തലയാട്ട് രസിറ് ആവാരം പൂവേ, എൻ
பாட்டையும் கொஞ்சம் கேட்டு கொள்ளடி ஆவாரம் பூவே. மஞ்சள பூசுனதாரு, கொஞ்சி சிரிக்க சொன்னதும் யாரு? அந்தியில் வானத்து வண்ண சிந்து தந்து சிரிப்பதும் யாரு? தென்றல் காட்டுல கைய கோர்க்கிற விளையாட்டுக்கு பேசுற பேச்சில்ல, காட்டுல தலையாட்டுற சிறு ஆவாரம் பூவே. என் பாட்டையும் கொஞ்சம் கேட்டு கொள்ளடி ஆவாரம் பூவே. രാജാസാറിന്റെ കൂടെ പാടിയ പാട്ട് ഇതാണ്. ഹലോ വിധിച്ചേട്ടാ. യെസ് പറയൂ. ഹലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വേറെ പുറകെ നിന്ന് ഇവിടുന്ന് വിളിക്കുന്നത്. വിധിച്ചേട്ടൻ്റെ മറക്കാം എല്ലാം മറക്കാം എന്നുള്ള പാട്ട് വളരെ ഫീലിങ്സ് ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിത്തരും. പിന്നെന്താ, തീർച്ചയായും. ഈ പാട്ട് തന്നെ ചോദിക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? വളരെ ഫീലിങ്സ്. എന്തേലും മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, സത്യം പറഞ്ഞു. കുഴപ്പമില്ല. ഇല്ലില്ല. വീട്ടുകാർ കാണൂല്ല, ഇത് കുഴപ്പമില്ല, പറഞ്ഞു. ഇല്ലില്ല. ഒരു പ്രേമ നൈരാശ്യം ഉണ്ടായിട്ടില്ല? 2-3 ഉണ്ട്. ആ, പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതൊരു വിഷമമായിട്ട് കൂട്ടണ്ട.